എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് നല്ല ടേസ്റ്റിയായ നാരങ്ങക്കറിയുടെ റെസിപ്പി നോക്കാം. കല്യാണ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നാരങ്ങാക്കാലൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. കുറേ കാലം നമുക്ക് ഒരാഴ്ച വരെയൊക്കെ കേടാവാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇതേപോലത്തെ 4 നാരങ്ങയാണ് എടുത്തത്. കാണുമ്പോൾ നല്ല വലുപ്പമുണ്ട്. ഇത്രയും വലുപ്പമുള്ള നാരങ്ങ നമ്മൾ മുറിച്ചെടുക്കുമ്പോഴേക്ക് വളരെ കുറച്ചായിരിക്കും. ഉണ്ടാവുക. ഞാൻ ആദ്യം ഒരു നാരങ്ങ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടില്ല. ഇത് പൊങ്ങ് പോലെ തൊലി മാത്രമാണ് ഇതിനുള്ളത്. ഉള്ളിൽ വളരെ കുറച്ചേ നമുക്ക് മുറിച്ചിട്ടെടുക്കാൻ മാത്രം ഉണ്ടാവുള്ളൂ. എന്നാലും നാരങ്ങാക്കലാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ കേടാവാതെ നിൽക്കും കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അച്ചാറിൻ്റെ അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ കറി തയ്യാറാക്കി വെച്ചാൽ. ഞാനിവിടെ 4 നാരങ്ങ ഇതേപോലെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുരു എല്ലാം കളഞ്ഞ ശേഷം ചെറുതായി മുറിച്ചിട്ടെടുക്കണം. മുറിക്കുന്നതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇതേ രീതിയിലാണ് നാരങ്ങ മുറിച്ചിട്ടെടുത്തത്. ഇതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കുരു ആകുമ്പോൾ നമുക്കിതിനൊരു കയ്പ്പ് അനുഭവപ്പെടും. പിന്നെ ഞാൻ എടുത്തത് വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകാണ്. അത് ഞാൻ ഇതേപോലെ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് എല്ലാ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തത്. അത് നടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നല്ലെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2-3 വറ്റൽ മുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 3-4 തണ്ട് കറിവേപ്പില ഈരിയിട്ട് അതിൻ്റെ ഇല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവ മാറുന്നവരെ നന്നായി തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 3 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ മുളക് നല്ലോണം മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലോണം ഒന്ന് ഡാർക്കായി വരും. ഇപ്പം നമ്മുടെ മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം തിളച്ച വെള്ളമാണ്. ഒരു 1/2 കപ്പോളം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അത് ശർക്കരയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ചീകിയ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോഴേക്ക് നമ്മുടെ ഇതൊക്കെ മസാലയൊക്കെ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ശർക്കര കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച നാരങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാരങ്ങ നീര് ഇറങ്ങി വന്ന് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ആയിക്കോളും. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. മൺചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും. അടിക്ക് പിടിച്ച് പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തം അങ്ങ് മാറിപ്പോവും. ഞാനിവിടെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇത് ചെറുതായി തിളച്ചൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൽ ചാറ് നല്ലോണം ഇറങ്ങി വരുന്നത് കണ്ടില്ലേ. നമ്മുടെ നാരങ്ങയ്ക്ക് നല്ല നീരുണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് പ്രത്യേകമായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ നീര് അങ്ങ് ഇറങ്ങി വന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ചാറായിക്കോളും. മൺചട്ടി ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നമുക്ക് നോൺ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം കണ്ടില്ലേ, നല്ലോണം പാകത്തിന് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ. 2 തവണ ഞാനിത് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്തിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇതിന് അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1-2 മിനിറ്റ് കൂടി നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ നാരങ്ങ കറിയൊക്കെ ഇവിടെ സെറ്റായി കിട്ടും. കല്യാണ വീട്ടിൽ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള നാരങ്ങ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ.